പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളിലൂടെ നാം പോയിക്കൊണ്ടിരിക്കുക. ഈ പ്രഭാതം അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാണ്. ദൈവം നമ്മെ വഴിനടത്തി എന്നതിൻ്റെ അടയാളമാണ് ഇന്നത്തെ പ്രഭാതം. നാം എല്ലാവരും ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തോട് ചേർന്ന് നിന്ന് ആ സമാധാനത്തിലായിരിക്കുവാനായി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രഭാതത്തിൽ എല്ലാവരെയും പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനത്തിന് നിറവ്, പുണ്യപൂർണ്ണതയുടെ ഒരു ജീവിതം, ആത്മീയാഭിഷേകത്തോടു കൂടിയുള്ള ഒരു ജീവിത ശൈലി നമുക്കുണ്ടാകുവാനായിട്ട് പരിശുദ്ധ അമ്മയോട് യാചിക്കാം. അതുപോലെ തന്നെ ഈ ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹങ്ങളായി മാറുവാൻ തക്കവിധം പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രത്യേകമായി ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗം നമുക്ക് സമർപ്പിക്കാം. കടബാധ്യതകളിലും ജീവിത പ്രശ്നങ്ങളിലുമായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, അതുവഴി സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്നവർ, ഇങ്ങനെയുള്ളവരെ എല്ലാം നമുക്ക് ഓർത്ത് സമർപ്പിക്കാം. അവരുടെ എല്ലാം ജീവിതങ്ങളിൽ ദൈവം കരുണ ചൊരിയുവാൻ കർത്താവെ അങ്ങ് ശക്തമായി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തി ഞങ്ങളെ അങ്ങ് വിശദീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ദൈവകൃപയിൽ ആത്മീയമായിട്ടുള്ള അഭിഷേകത്തിൽ വചനം സ്വീകരിക്കുവാനായിട്ടൊരുക്കുന്നത് പരിശുദ്ധാത്മാവേ, ആ വചനം സ്വീകരിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഒരു നിമിഷം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് നമുക്ക് തിരുവചനം സ്വീകരിക്കുവാനായിട്ടൊരുങ്ങാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ
ഞങ്ങളുമീ മണ്ണിൽ. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 28-ാം തിരുവചനം. മോശ 40 രാവും 40 പകലും കർത്താവിനോട് കൂടെ ചിലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഉപവാസത്തിൻ്റെ മനോഭാവം എപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ച് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുക. മോശ ദൈവത്തോട് കൂടെയായിരുന്നപ്പോൾ, ദൈവസന്നിധിയിലായിരുന്നപ്പോൾ മോശ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല എന്നാണ് തിരുവചനം പറയുന്നത്. അതായത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യൻ, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു മനുഷ്യൻ, അവന് ഭൗതികമായ ഭക്ഷണമോ പാനീയമോ അല്ല പ്രധാനപ്പെട്ടത്. അത് മാനുഷികമായി ചിന്തിക്കുമ്പോൾ, ഭൗതികമായി ചിന്തിക്കുമ്പോൾ, ശരീരത്തിൻ്റെ മേഖലകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ആവശ്യമാണ്. എങ്കിൽ പോലും ആത്മീയതയുടെ ഒരു വളർച്ചയ്ക്ക് ഈ ഭൗതികമായ ഭക്ഷണമല്ല പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ അതിനല്ല പ്രാധാന്യം നൽകേണ്ടത് എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ടാണ് മോശ 40 രാവും 40 പകലും കർത്താവിനോടുകൂടെ അവിടെ ചിലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ദിവസക്കാലം ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ, കർത്താവിനോട് ചേർന്ന് നിന്നപ്പോൾ വിശപ്പും ദാഹവും പോലും മോശയെ അലട്ടിയിരുന്നില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു ദാഹം, ദൈവത്തോട് അടുത്ത് നിൽക്കുവാനുള്ള ഒരു ദാഹം. മോശ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന എപ്രകാരമാണ്? ഈ ദൈവത്തോടുള്ള ഒരു ചേർന്ന് നിൽപ്പാണ് മോശയ്ക്ക് അനുഗ്രഹമായി തീരുന്നത്. വീണ്ടും നമ്മൾ പരിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടന്നു വരുമ്പോൾ യസ്രാ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവത്തിന് മുൻപിൽ തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകകളോടും കൂടെയുള്ള തങ്ങളുടെ യാത്ര സുഗമമാകുന്നതിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് ഉപവാസം പ്രഖ്യാപിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത് അവിടെ. അതായത് ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ എളിമപ്പെടുത്തി മക്കളോടും വസ്തുവകകളോടും കൂടെ യാത്ര സുഗമമായി നടത്തുന്നതിനു വേണ്ടി അനുഗ്രഹങ്ങൾ യാചിക്കുവാനായിട്ട് ഉപവാസം പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാൻ വേണ്ടി പരിപൂർണമായ ഒരു സമർപ്പണ മനോഭാവത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ഒരു സമയം. അതാണ് ഉപവാസത്തിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിച്ച ഒരു സമൂഹത്തെ, ഉപവസിച്ച ഒരു സമൂഹത്തെക്കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ ഇവിടെ പഠിപ്പിക്കുന്നത്. അവർ ഉപവാസം പ്രഖ്യാപിച്ച് അതിനു വേണ്ടിയാണ്, പ്രാർത്ഥനയ്ക്കുള്ള ദിവസങ്ങൾ ചെലവഴിക്കാനാണ്. അതേപോലെ തന്നെ മക്കളും അവരോടുള്ള യാത്രയും, അതായത് തലമുറകളും അനുഗ്രഹിക്കപ്പെടണം, അവരുടെ ജീവിത മേഖലകൾ അനുഗ്രഹിക്കപ്പെടണം, ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ഇങ്ങനെയുള്ള ചിന്തയോടുകൂടി തന്നെ അവർ മുൻപോട്ട് പോയി എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അങ്ങനെയെങ്കിൽ ആ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങൾ നമുക്ക് അനുഗ്രഹമാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഒരിക്കലും ഇതൊരു ഭാരമായി നമുക്ക് തോന്നില്ല, മറിച്ച് ഇതൊരു അനുഗ്രഹമായി തന്നെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ അതിനെ നമ്മളൊരു നിഷേധാത്മകമായ ഒരു കാര്യമായി പലപ്പോഴും ചിന്തിക്കുകയും അത് ഒരു വലിയ ബുദ്ധിമുട്ടിന് ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയല്ല നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 35:13. സങ്കീർത്തനങ്ങൾ 35:13. അവർ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കൊടുത്ത് ഉപവസിച്ച് ആത്മപീഡനമേറ്റു, ശിരസ്സ് നമിച്ച് പ്രാർത്ഥിച്ചു. അവർ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കൊടുത്ത് ഉപവസിച്ച് അവർക്ക് വേണ്ടി ശിരസ്സ് നമിച്ച് പ്രാർത്ഥിച്ചു
എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അതായത് രോഗമായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ മനോഭാവം എപ്രകാരമായിരിക്കണം? ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ രോഗത്തിൻ്റെ പീഡകളിൽ നിന്ന് മോചനം ലഭിക്കുവാനും സൗഖ്യം ഉണ്ടാകുവാനും ഉപവാസം അനുഗ്രഹമാണ് എന്ന് ഈ തിരുവചനം പഠിപ്പിക്കുക. അപ്പോൾ ഈ നോമ്പ് കാലത്ത് നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹത്തിനുള്ളതാക്കി നമ്മൾ മാറ്റണം. രോഗപീഡകൾക്ക് അതിൽ നിന്ന് സൗഖ്യവും അനുഗ്രഹവും ഉണ്ടാകുവാൻ നമുക്ക് അതിനെ ഒരു ഉപവാസമായ ദൈവത്തിന് സമർപ്പിക്കാം. അതേപോലെ അത്തരത്തിലുള്ള ജീവിത മേഖലകളിലെല്ലാം ദൈവം അനുഗ്രഹം നൽകുന്നുണ്ട് എന്ന ബോധ്യത്തോടെ നാം ജീവിച്ചു തുടങ്ങുമ്പോൾ ഇതെല്ലാം നമുക്ക് സന്തോഷവും സമാധാനവും നൽകും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മെ എല്ലാവരെയും അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. പുണ്യങ്ങളിൽ നമ്മൾ വളരുവാനും പുണ്യങ്ങളിൽ പ്രശോഭിക്കുവാനും ഈശോ നമുക്ക് അനുഗ്രഹം നൽകട്ടെ. ഇതൊരിക്കലും എന്തെങ്കിലും മാറ്റിവയ്ക്കുന്നതല്ല, മറിച്ച് കൂടുതൽ കൂടുതൽ കർത്താവിൽ നിന്നും സ്വീകരിക്കുന്ന ഒരനുഭവമായി തീരട്ടെ. മോശ 40 രാവും 40 പകലും ദൈവത്തോടു കൂടെയായിരുന്നു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. അവൻ അതൊന്നും ഒരു പ്രശ്നമായി തീർന്നില്ല. കർത്താവിനോട് ചേർന്ന് നിന്ന് അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ കർത്താവേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് യാചിക്കാം. ഇന്നത്തെ ദിവസം വലിയൊരു കൃപയും അനുഗ്രഹവും നമ്മിൽ നിറയുവാനായി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. ഉപവസിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ രോഗത്തിലായിരുന്നപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്. വീണ്ടും തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 8-ാം തിരുവചനം. തോബിത്ത് 12:8 ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോട് കൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോട് കൂടിയുള്ള പ്രാർത്ഥന അത് നല്ലതാണ് എന്ന് തോബിത്തിൻ്റെ പുസ്തകത്തിൽ വചനം നമ്മെ പഠിപ്പിക്കുക. അതായത് ഉപവാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന അത് നല്ലതാണ് എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലൊരു നന്മയുണ്ട്, ഇതിലൊരു അനുഗ്രഹം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക. തോബിത്ത് തൻ്റെ ജീവിതത്തിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും അങ്ങനെ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോഴങ്ങനെ പ്രാർത്ഥിക്കുകയും ആ ഒരു ആത്മീയ ചൈതന്യത്തിൽ, ഉപവാസത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് ദൈവത്തോട് ചേർന്ന് നിന്നുള്ള ഒരു ജീവിതമാണ്, ദൈവിക ചൈതന്യത്തിലുള്ള ഒരു ജീവിതമാണ്. ഇന്നത്തെ ദിവസം ആ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സമർപ്പിക്കാം. കുടുംബത്തിലുള്ള എല്ലാവരും ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ, ദൈവസ്നേഹത്തിൽ വളരുവാൻ തക്ക വിധം കർത്താവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇന്നത്തെ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ പ്രാർത്ഥനകളും പൂർണ്ണതയിൽ നമുക്ക് സമർപ്പിക്കുകയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മെ പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മുടെ കുടുംബ സാഹചര്യങ്ങളും സമർപ്പിക്കാം. കുടുംബത്തിലുള്ളവരെ സമർപ്പിക്കാം, വ്യക്തിബന്ധങ്ങളെ സമർപ്പിക്കാം. അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ, കഷ്ടതയിൽ, ബുദ്ധിമുട്ടിലായിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. അവരുടെ ജീവിത മേഖലകളെല്ലാം അനുഗ്രഹമായി തീരുവാനായി സമർപ്പിക്കാം. ദൈവിക ചൈതന്യത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എല്ലാ വിശുദ്ധരെയും അവരുടെ എല്ലാ മധ്യസ്ഥവും നമുക്ക് യാചിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം യാചിക്കാം.
മരിയൻ കൂടാരങ്ങളിലായിരുന്ന് ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകലരെയും അവരുടെ നിയോഗങ്ങളോട് ചേർത്ത് നമുക്കും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും എല്ലാ ശുശ്രൂഷകളെയും ധ്യാനങ്ങളെയും അതുപോലെ തന്നെ ഗുഡ്നസ് ചാനലിനെയും അതിൻ്റെ വിവിധങ്ങളായ ശുശ്രൂഷകളെയും നമുക്ക് ഓർത്ത് സമർപ്പിക്കാം. ഇന്നേ ദിവസം ത്യാഗത്തോടെ ഒരല്പസമയമെങ്കിലും പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാൻ കൃപ ചൊരിയണമേ എന്ന് നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം നമ്മുടെ ഇടവക വിശുദ്ധൻ്റെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം യാചിക്കാം. കാവൽ മാലാഖമാരുടെ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം യാചിക്കാം. സകല വിശുദ്ധരോടും മാലാഖമാരുടെയും പ്രത്യേകമായിട്ടുള്ള സംരക്ഷണവും മധ്യസ്ഥവും യാചിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മുറിവേറ്റു പിടഞ്ഞ നിൻ സ്നേഹം, മുറിയപ്പെടുന്ന നിൻ സ്നേഹം, ക്രൂശിലെ സ്നേഹത്തിൻ അനുസ്മരണം, കാൽവരി തന്നിലെ യാഗാർപ്പണം. മുറിവേറ്റു പിടഞ്ഞ നിൻ സ്നേഹം, മുറിയപ്പെടുന്ന നിൻ സ്നേഹം, ക്രൂശിലെ സ്നേഹത്തിൻ അനുസ്മരണം, കാൽവരി തന്നിലെ യാഗാർപ്പണം. വിശുദ്ധ കുർബാനയായി നാവിൽ ഈശോ അണയുന്ന നിമിഷം, നിരനിരയായി ചേർന്നു ഞങ്ങൾ ഉള്ളിൽ ഈശോയെ സ്വീകരിക്കുന്നു. ഇത്രമേൽ ചെറുതാം അപ്പമാം രൂപത്തിൽ നാവിൽ അലിഞ്ഞിടും നിന്റെ സ്നേഹം, ഇത്രമേൽ ചെറുതാം അപ്പമാം രൂപത്തിൽ നാവിൽ അലിഞ്ഞിടും നിന്റെ സ്നേഹം, മതിയാകുവോളം സ്വീകരിപ്പാനെന്നെ, മതിയാകുവോളം സ്വീകരിപ്പാനെന്നെ യോഗ്യനാക്കേണമേ സ്നേഹനാഥാ, യോഗ്യനാക്കേണമേ സ്നേഹനാഥാ. വിശുദ്ധ കുർബാനയായി നാവിൽ ഈശോ അണയുന്ന നിമിഷം, നിരനിരയായി ചേർന്നു ഞങ്ങൾ ഉള്ളിൽ ഈശോയെ സ്വീകരിക്കുന്നു. ചങ്കു പിളർന്നതാ നിൻ തിരുച്ചോരയിൽ കഴുകി തുടച്ചെന്നെ പെൺമയ
പിളർന്നതാം നിൻ തിരുച്ചോരയിൽ കഴുകി തുടച്ചെന്നെ വെണ്മയാക്കൂ. വലുതാക്കണേ നാഥ, ചെറുതായി തീർന്നു നിൻ. വലുതാക്കണേ നാഥ, ചെറുതായി തീർന്നു നിൻ. കരതാരിലെന്നും ലയിച്ചിടുവാൻ, കരതാരിലെന്നും ലയിച്ചിടുവാൻ, മുറിവേറ്റു പിടഞ്ഞ നിൻ സ്നേഹം, മുറിയപ്പെടുന്ന നിൻ സ്നേഹം, ക്രൂശിലെ സ്നേഹത്തിൻ അനുസ്മരണം, കാൽവരി തന്നിലെ യാഗാർപ്പണം. മുറിവേറ്റു പിടഞ്ഞ നിൻ സ്നേഹം, മുറിയപ്പെടുന്ന നിൻ സ്നേഹം, ക്രൂശിലെ സ്നേഹത്തിൻ അനുസ്മരണം, കാൽവരി തന്നിലെ യാഗാർപ്പണം. വിശുദ്ധ കുർബാനയായി നാവിൽ ഈശോ അണയുന്ന നിമിഷം, നിരനിരയായി ചേർന്നു ഞങ്ങൾ ഉള്ളിൽ ഈശോയെ സ്വീകരിക്കുന്നു. വിശുദ്ധ കുർബാനയായി നാവിൽ ഈശോ അണയുന്ന നിമിഷം, നിരനിരയായി ചേർന്നു ഞങ്ങൾ ഉള്ളിൽ ഈശോയെ സ്വീകരിക്കുന്നു. തിരുസഭയോട് ചേർന്ന് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും മെത്രാപ്പോലിത്തമാരോടും എല്ലാ മെത്രാന്മാരോടും വൈദിക ഗണങ്ങളോടും സന്യാസ സമർപ്പിതരോടും ദൈവജനത്തോടും ചേർന്ന് ഈശോയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.